ഉദ്ദേശിച്ച് നല്ല പ്രവൃത്തി ആരംഭിച്ച ഇസ്രായേലിന്റെ അരികിൽ ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരായ ആളുകളൊക്കെ ഊതി എന്ന് വായിക്കുന്ന പോലെ ദൈവവചനത്തെ വളരെ ഗൗരവത്തോടും ഹൃദയത്തിൻ്റെ നിഷ്കളങ്കമായ ഭക്തിയോടും കൂടെ സ്വീകരിക്കുന്ന വചനത്തെ ദൈവമായി തന്നെ കാണുന്ന ദൈവമക്കളായ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ സന്ദേശം നാളെ മുതൽ വിശേഷാൽ ശ്രദ്ധിപ്പാൻ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടും വളരെ ആത്മദാഹത്തോടും കൂടെ ഒരുമനപ്പെട്ട് ഒരുങ്ങി ദൈവസന്നിധിയിൽ വരുവാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ മീറ്റിങ്ങുകളെല്ലാം ഓരോ മീറ്റിങ്ങും കർത്താവിൻ്റെ മീറ്റിംഗ് തന്നെയായി മാറട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ മീറ്റിംഗ് തന്നെയായി മാറട്ടെ. നമ്മളിലൂടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് എന്താണ് ചെയ്തെടുക്കാൻ സ്വർഗം നിശ്ചയിച്ചു വച്ചിരിക്കുന്നത് അത് തക്ക സമയത്ത് തന്നെ നിവൃത്തിയാകുവാൻ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആള് കുറവെന്ന് നമുക്ക് തോന്നിയാലും ഒരുക്കപ്പെട്ട ഹൃദയങ്ങളെ അടുത്തെറിയുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മതിയാകും വണ്ണം വ്യാപരിപ്പാൻ ഇടവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഞാൻ പകൽ ബഹുമാനപ്പെട്ട ഭാഷയുമായിട്ട് അല്പനേരം സംസാരിച്ചപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഈ ചട്ടപ്രകാരം ഓടുന്നവർക്കാണ് വർജനത്തിൻ്റെ ആവശ്യം വേണ്ടത്. ചട്ടപ്രകാരം ഓടാൻ മനസ്സിലാത്തവർക്ക് വർജനമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ശരിയായ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള അവയർനെസ്സാണ് പല മേഖലയിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാനും സൂക്ഷിപ്പാനും ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റഡായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ ദിവസങ്ങളും കഴിയുന്തോറും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കുറയും, ഫിസിക്കൽ ഹെൽത്ത് കുറയും, ഇഷ്ടങ്ങളൊക്കെ വീണ്ടും വണ്ണം നമ്മളോടൊപ്പം വരാതെ വരും. നമ്മുടെ മനസ്സ് വരുന്നിടത്ത് നമ്മുടെ ശരീരമൊക്കെ വരാതിരിക്കും. അതുകൊണ്ട് ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിനെ പിണക്കി അവൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ജീവിതം നയിച്ച് വെറും വേസ്റ്റായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പാൻ ഇടവരാതിരിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ മനസ്സിലാക്കി കുറെ കൂടെ ഒരുക്കത്തോടുകൂടി മരുഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആയുസ്സും ആരോഗ്യവും അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് നിങ്ങളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് നിക്ഷിപ്തമായിരിക്കുന്ന ഉയരത്തിലെ ദൗത്യം പൂർത്തീകരിച്ചെടുക്കാൻ മതിയായ ഒരു അഭിഷേകം വരുന്ന ദിവസങ്ങളിലെ സെഷനുകളിൽ പകരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. AC കൂടുതലുള്ളതുകൊണ്ട് ശരീരത്തിൽ അടിക്കുന്ന കുളിരല്ല ദൈവ സാന്നിധ്യം, അകത്തറിയുന്ന ആത്മസാന്നിധ്യമാണ്. ബാലരഗതിനി ഹതുൽ ഘടാലകസി. ഹല്ലേലൂയ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ആധരങ്ങളെ ഒന്ന് തുറന്ന് രാത്രിയിലും മതിയാകുമണ്ണം ആത്മാവിൽ സ്തുതിക്കണം. ദുരാമനാശങ്കൽക്കമാനഘടകസി ഉടരമനാജുഗനെ ഹതനഘടകതികൾ ഖരാലഗതിനി തുരപ്രബൽ ഘടകതിനി ഉടകര ഘടകതിനി അന്തൽ ഗജാലഗതിനി. ഹല്ലേലൂയ. ഉള്ളു നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന അമ്മേ, ഉള്ളു നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന നിന്റെ മേൽ പകരപ്പെടുവാനുള്ള ആത്മസാന്നിധ്യം അതെല്ലാ മേഖലകളിലും
അല്പമണിക്കൂറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അമേ ഒരു അനുഭവമല്ല. സദാ കൂടെ ഇരുന്ന് നിന്നിലുള്ള ദൈവത്തിന്റെ മഹത്വത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാക്കി തീരാൻ പോകുന്നതിനായി ഹൃദയം നിറഞ്ഞ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അത്തരം തുറന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഉള്ളു നിറഞ്ഞ ദൈവത്തെ ഒരിക്കൽ കൊണ്ട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ സന്ധ്യയിൽ ഒരു മീറ്റിംഗ് ഞാൻ അങ്ങനെ മാനുഷ്യമായിട്ട് പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇങ്ങനെ എന്നെ സ്വീകരിച്ച് ബാലശില ജോൺ വരുമ്പോൾ പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് വൈകിട്ടും നമ്മൾ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ സന്തോഷത്തോടെ കൈക്കൊണ്ട്. കാരണം ദൈവവചനം പങ്കുവയ്ക്കാത്ത ദിവസം എൻ്റെ നരക ദിവസമായിട്ടാണ് ഞാൻ കാണാറുള്ളത്. ക്രിസ്ലോ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ എനിക്കും ഒരു നല്ല സ്തോത്രം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ചിറങ്ങി പോകുന്ന പോലെ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ കേൾക്കുമ്പോഴും നമ്മുടെ ശരീരാത്മതകളിൽ വലിയൊരു അനുഭവം പ്രാപിച്ചു പോകാൻ ദൈവാത്മ അവിടെ വരുത്തട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് എന്നോട് സംസാരിച്ച വചനം, ആ വചനം എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ധ്യാനത്തിനായിട്ടുള്ളത്. The Gospel of Luke chapter 22 verses from 39 to 46. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അക്ഷരത്തെറ്റ് കൂടാതെ വായിച്ചതെങ്കിലും നമ്മൾ കേട്ടപ്പോൾ പേപ്പർ വായിക്കുന്ന പോലെ തോന്നിപ്പോയി. ഇതിനകത്ത് മുഴുവൻ നിരവധി ചിന്തകളുടെ കലവറയാണ് ഇത്രയും ഭാഗങ്ങളിൽ നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അത്താഴം കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കഷ്ടം അനുസരിച്ച് ഉള്ള വാക്കാണല്ലോ അത്താഴം. അത്താഴം കഴിഞ്ഞാൽ പിന്നെന്താ? ഉറങ്ങുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ ശരീരം നമ്മളോട് ആവശ്യപ്പെടും, ഐ നീഡ് റെസ്റ്റ്. അന്നേരമാണ് നമ്മുടെ കണ്ണുകളൊക്കെ അടയുന്നത്. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്രശ്നമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് നമ്മളോട് പറയും. കാരണം നമ്മളെ കൊണ്ടു നടക്കുന്ന കുതിരയാണല്ലോ ഈ ശരീരം. അപ്പോൾ ഈ ശരീരം നമ്മളോട് പറയും, നിന്നെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കണമെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി നേരം നീ എന്ത് തരണം? വിശ്രമം തരണം. ഇല്ലെങ്കിൽ ഞെട്ടിപ്പിണെങ്കിൽ നാളെ എൻ്റെ സ്ഥലത്ത് കിടക്കും, നിൻ്റെ പരിപാടിയെല്ലാം കാര്യങ്ങളെല്ലാം ഡിലേ ആവും. അപ്പം നമ്മുടെ ശരീരം വിശ്രമം ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കണം. ഇവിടെ നാം വായിച്ച വേദഭാഗം ആ സാഹചര്യത്തിൻ്റെ വേദനയോടുകൂടി മനസ്സിലാക്കി വായിച്ചാൽ ഒരു ശ്വാസത്തിലൊന്നും ആ വാക്യങ്ങൾ വായിച്ചു തീർക്കാൻ ഹൃദയമുള്ളവർക്ക് പറ്റത്തില്ല. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ ഒരു സിറ്റുവേഷനിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. The situation of the great agony. അതിവേദനാജനകമായ ഒരു അന്തരീക്ഷത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ഇവിടെ നമ്മുടെ കർത്താവ് പതിവ് പോലെ പോകുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് വായിച്ചത്. ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവിന്റെ പ്രൈവറ്റ് പ്രയറിനെ കുറിച്ചാണ് കാണുന്നത്. ശ്രദ്ധിക്കണേ. നമ്മുടെ പിതാക്കന്മാർക്ക്
ഉണ്ടായിരുന്നതും കാഴ്ചപ്പാടുള്ള അമ്മച്ചിമാർക്കൊക്കെ ഉണ്ടായിരുന്നതുമായ ഒരു പ്രത്യേക ഗുണവിശേഷമായിരുന്നു എൻ്റെ പേഴ്സണൽ പ്രയർ ലൈഫ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വ്യക്തിപരമായ ഒരു രഹസ്യ പ്രാർത്ഥനാ ജീവിതം. ഹലോ, കൂട്ടായ്മകളിൽ ദൈർഘ്യതയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ആത്മനിയോഗത്താലുള്ള പ്രാർത്ഥന ഉന്നം തെറ്റത്തൊന്നുമില്ല. എന്നാൽ പണ്ടൊരു ദൈവദാസൻ ഇങ്ങനെ യാത്ര അയക്കാൻ വിശ്വാസികൾക്ക് വേണ്ടി വീട്ടിൽ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൂടിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം നിങ്ങളെ യാത്ര അയക്കാൻ. അപ്പൊ ട്രെയിൻ വരുന്നു. അന്നേരത്തേക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം തോന്നി. പ്രാർത്ഥന നീണ്ടുപോയി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം യാത്ര അയക്കാൻ വേണ്ടി താൻ കൊണ്ടുപോയി വിശ്വാസിയും കണ്ടില്ല, ട്രെയിനും കണ്ടില്ല. ട്രെയിനും പോയി. അപ്പൊ പരിജ്ഞാനത്തോടുകൂടി കാര്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും ഉണ്ട്. ഞാനത് നിങ്ങൾ മറക്കാതിരിക്കാൻ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കണമെന്നേ ഉള്ള ഒരു ചിന്തയിലാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. പതിവ് പോലെ ഒലുമലയിൽ അവൻ പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയല്ലേ? പിന്നെ അവൻ പതിവ് പോലെ ഒലുമലയ്ക്ക് പുറപ്പെട്ടു പോയി. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ ഒടുവിൽ ശിഷ്യന്മാർ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് പോയി. 8-ന്റെ 1 നമ്മൾ വായിക്കുന്ന യേശു ഒലുമലയിലേക്ക് പോയി. അപ്പം കർത്താവ് രാത്രിയിൽ ഏറിയ പങ്കും ഒലുമലയിലായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മളെപ്പോലെ ഇഷ്ടങ്ങളുള്ള മനുഷ്യനായിരുന്നു യേശു. കർത്താവിനെ വിശന്നിട്ടുണ്ട്, കർത്താവിന് ദാഹം ഉണ്ടായിട്ടുണ്ട്, കർത്താവിന് നമ്മുടെ ഇഷ്ടങ്ങൾ പോലെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിന്റെ ഇഷ്ടത്തിനെതിരായി വരുന്ന ഇഷ്ടങ്ങളുടെ മേൽ ക്രിസ്തു കത്തിവെച്ചിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഹലോ, അപ്പൊ നമ്മുടെ കർത്താവ് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയുടെ നിമിഷത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. കർത്താവിന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കിക്കേ. ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ, കൂട്ടുവേലക്കാരോട് ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ പല സ്ഥലത്തും കാണുന്നുണ്ടെങ്കിലും ഇവിടെ തനിയെ വേറിട്ടിരുന്ന ഒരു പ്രാർത്ഥന. ഇന്ന് രാത്രി ഇതൊരു ദൂതായി നിങ്ങൾ പേഴ്സണലി എടുക്കണം. കൂട്ടായ്മകളിൽ പ്രാർത്ഥന അത്യാവശ്യമാണ്. ഒരു കൂട്ടായ്മയും ദൈവമക്കൾ കഴിയുമെങ്കിൽ മുടക്കരുത്. കാരണം കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകാൻ തോന്നത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, അങ്ങളെ എനിക്ക് കൂട്ടായ്മയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങോട്ട് തോന്നുന്നില്ല. എന്താ? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, യു ഓൾറെഡി സ്റ്റാർട്ട് എ ഫെലോഷിപ്പ് വിത്ത് സൈറ്റൻ. പിശാചിനോട് നമ്മൾ കൂട്ടായ്മ കൂടാൻ തുടങ്ങിയത് കൊണ്ടാണ് നമുക്ക് റിയലായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് പോകാനായിട്ട് നമുക്ക് പ്രയാസമായോ? അതിനർത്ഥം നിങ്ങളുടെ സാഹചര്യങ്ങൾ ചില സമയങ്ങളിൽ ഈ യോഗങ്ങളിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് പിശാചുമായി ബന്ധമുണ്ടെന്നുള്ള അർത്ഥമല്ല അതിനെടുക്കരുത്, തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ നമ്മൾ കാണുന്നത് ഒറ്റയ്ക്ക് പിതാവുമായി സമയം ചെലവഴിക്കുന്ന ഒരു ക്രിസ്തുനാഥനെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് വിളിച്ചു പറയാം, കുടുംബമായുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം, കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു മേൽത്തരമായ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയാമോ? നീയും നിന്റെ വീണ്ടെടുപ്പുകാരനും മാത്രമുള്ള ഒരു സമയം ദൈവം ആഗ്രഹിക്കുന്നു. He need your private time with his fellowship. അവനുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ തനിയെ വേറിട്ടിരിക്കുന്ന ഒരു അനുഭവം. 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്. പലപ്പോഴും തിരക്കുകളും ബന്ധപ്പാടുകളും ജോലിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ പറയും ഒന്നിനും സമയമില്ല. ഒരിക്കലും അങ്ങനെ പറയരുത്. സമയമില്ലെന്നല്ല, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പറ്റുന്നില്ല, അങ്ങനെ പറയരുത്. സമയം കിട്ടുന്നില്ല, അങ്ങനെ പറയരുത്. കാരണം എന്താ? ആ സമയത്തെ
ചൂഷണം ചെയ്യുന്ന, നമ്മുടെ ഇഗ്നോറൻസിൽ ആ സമയത്തെ വലിച്ചു പറിച്ചെടുക്കുന്ന മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് നീ അറിയാതെ, ഞാൻ അറിയാതെ പിശാച് പ്രയോറിറ്റി ഇട്ട് വലിച്ചൂറ്റിക്കൊണ്ടിരിക്കുക. തിരിച്ചറിയുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഒരു വിശുദ്ധന്റെ സമയം വിലപ്പെട്ടതാണ്, രക്ഷിക്കപ്പെട്ടവന്റെ സമയം വിലപ്പെട്ടതാണ്. ദൈവമായുള്ള ബന്ധത്തിൽ, ദൈവമായുള്ള കൂട്ടായ്മയിൽ, ദൈവത്തോട് ഒരുമിച്ച് നിന്റെ ജീവിതയാത്രയുടെ സമയം ചിലവഴിപ്പാൻ ആത്മാവ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ അതിന് അവൈലബിൾ ആയേ മതിയാകുള്ളൂ. പ്രയോറിറ്റി ദൈവം കൊടുക്കാത്ത കാര്യത്തിന് ഈ രാത്രി നീ പ്രയോറിറ്റി കൊടുക്കരുത്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന ജ്വലിക്കുന്ന ആത്മാവിന്റെ കനലിന്റെ സാന്നിധ്യം വരുന്നതാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കട്ടെ. അന്തരാജുമനി ഘടകനി അപരാജകന ഘടകസി യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. തനിയെ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുവാൻ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ തിരയുകയാണ്. ഞാൻ എൻ്റെ മിഷണറി ജീവിതത്തിൽ 1985 കർത്താവിന്റെ വയലിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം 35 വർഷമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനെവിടെ എൻ്റെ മിഷണറി പ്രവർത്തനത്തിന് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് താമസിക്കാൻ ഒരു വീട് കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് മുഴുവൻ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായിരുന്നു. ചിലപ്പം കുന്നിന്മുകളായിരിക്കും, മലയുടെ അടിവാരമായിരിക്കും, ഒറ്റപ്പെട്ട കാടുള്ള സ്ഥലങ്ങളായിരിക്കും. കാരണം എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോവും. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്കൊരു വിമിഷ്ടമാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യഥാർത്ഥ ആത്മീയന്റെ നിദ്ര കെടുത്തുന്ന പ്രാർത്ഥന ഇന്ന് രാത്രി തിരിച്ചറിയണം കേട്ടോ. തിരിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്നത് നീ എന്ത് നേടിയാലും, നീ എന്ത് ലക്ഷ്യത്തോടെ ഓടിയാലും ദൈവം പറയുന്നത് ആയുസ് തന്ന എനിക്ക് നീയുമായിട്ട് നിന്റെ ജീവിതയാത്രയെ സമയം വേർതിരിച്ചേ മതിയാകുള്ളൂ. എനിക്ക് നീ ഈ മണ്ണിലായിരിക്കുമ്പോൾ നിന്നിലൂടെ നിവർത്തിച്ചെടുക്കുവാൻ ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അതെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഈ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി നിന്റെ ആയുസ് ഒടുവിൽ പാമ്പർ കെട്ടി അവസാനിപ്പിക്കാനല്ല. ഇന്ന് രാത്രിയിൽ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത എന്റെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ ഒരു സ്വകാര്യ പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിൽ വേറിട്ടിരുന്ന് തന്റെ ഹിതം മനസ്സിലാക്കിയ ഹിതം നിവർത്തിച്ചെടുക്കുവാനുള്ള ആത്മമണ്ഡലത്തിലെ അദൃശ്യമായ ദിവ്യശക്തിയുടെ തലങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ രക്തത്താൽ ദൈവം തിരിച്ചറിയുന്നവരെ ഇന്ന് രാത്രി കരങ്ങളെ അടിച്ച് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു കല്ലേറ് ദൂരത്തോളം, ചിലർക്ക് 2 പേരുണ്ടെങ്കിൽ പ്രാർത്ഥന വരും, കുറച്ചു പേരുണ്ടെങ്കിൽ പ്രാർത്ഥന വരും. ഞാൻ വിദ്യാർത്ഥികളോട് ദൈവവചനം പങ്കുവെക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. സ്തോത്ര, ആള് കുറയുന്നത് കൊണ്ട് കൂട്ടായ്മയുടെ ഗൗരവം കുറഞ്ഞു പോകരുത്. സ്തോത്രം. ഒരാള് യോഗത്തിനുള്ളെങ്കിലും നിനക്ക് അവരോടുള്ള ദൂത് കയ്യിലുണ്ടായിരിക്കണം. ഒന്നിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? ആമേൻ. ഹല്ലേലൂയ. കാരണം മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, മഹായോഗത്തിൽ എന്നുള്ള വാക്കാ ഉപയോഗിക്കുന്നത്. അവിടെ ആളുകൾ എത്ര പേരുണ്ടായിരുന്നു? ആരും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ അത് മഹായോഗമായത്? മഹാദൈവം ഉണ്ടെങ്കിൽ അത് മഹായോഗം തന്നെയാണ്. സ്തോത്രം. Wherever 2 or 3 gathering in my name, there am I in the midst of them. വചനം അങ്ങനെയാ പറയുന്നത്. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട്. കുഞ്ഞെ, നീയും മാതാവും പപ്പായും മാത്രം മുട്ടുകുത്തുമ്പോൾ അതൊരു മഹായോഗമാണ്. നിന്റെ കൊച്ചു കുടുംബ പ്രാർത്ഥനയിൽ അതൊരു മഹായോഗമാണ്. നിന്റെ സെൽ മീറ്റിങ്ങുകൾ അതൊരു മഹായോഗമാണ്. കോട്ടേജ് മീറ്റിങ്ങുകൾ ഒരു മഹായോഗമാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഓരോ ഫെലോഷിപ്പ് അത് പ്രഷ്യസ് ആണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു കല്ലേറ് ദൂരത്തോളം പോയി കർത്താവ് എന്നാ ചെയ്തത് മക്കളെ? യെസ്, മുട്ടുകുത്തി. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
എവിടെയാ മുട്ടുകുത്തിയ പ്രതലം? കാർപ്പറ്റിലാണോ? എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. പുൽമേട്ടിലാണോ? അവിടെ ഒരു മാറ്റ് ഉണ്ടായിരുന്നോ? ഒരു കാർപ്പറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് മൂഡ് വരണമെങ്കിൽ ഫിസിക്കൽ ആമേൻ അതെ പ്രസൻസിന് എന്തോ വേണം? ശരിക്കും കംഫർട്ട് ആയിരിക്കണം അല്ലേ? ഈ ഇരിപ്പ് സുഖമായെങ്കിലേ നമുക്ക് ആരാധന വരൂ. ഇരിപ്പ് സുഖമായെങ്കിലേ കയ്യടി വരൂ. ഇരിപ്പ് സുഖമായെങ്കിലേ പാട്ട് വരൂ. ഇരിപ്പ് സുഖമായെങ്കിലേ ആത്മീയ പശ്ചാത്തലം വരൂ എന്നുള്ള തെറ്റായ ധാരണ ഇന്ന് രാത്രി തിരുത്തണം. ഹല്ലേലൂയ. ശരീരത്തിന്റെ സുഖത്തിലല്ല ആത്മാവിന്റെ അന്തരീക്ഷം വെളിപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ അവൻ നീ മുട്ടുകുത്തുന്ന പ്രതലം സുഖകരമല്ലെങ്കിലും ആത്മനിയോഗം പ്രാപിച്ചവൻ അറിയാം ഇത് ആത്മാവിന്റെ പ്രാർത്ഥനയാണ്, ദൈവഹിതത്തിനായുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ ശരീരത്തിന്റെ സുഖത്തിനല്ല പ്രയോറിറ്റി. യേശുവിന്റെ രക്തം ആത്മാവിൽ തിരിച്ചറിഞ്ഞ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രതലം സുഖകരമല്ലെങ്കിലും പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവന് ശരീരത്തിന്റെ സുഖമല്ല നോക്കിയത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അളവുകോൽ മാനുഷ്യമായ സെറ്റപ്പുകളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഞാൻ പോർട്ട് പ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു നിയോഗപ്രകാരം ഞാനിങ്ങനെ മായാബന്ദർ ബസ്സിൽ കയറി ഫെറി ബോട്ടുകളിലൂടെ ഈ ബസ് ഇങ്ങനെ പോകും. ഓരോ ഐലൻഡ് വരുമ്പോൾ സ്തോത്രം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ബേട്ടാപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം വഴി പോകുമ്പോൾ കാടിന്റെ ഇടയിൽ ചോർന്നൊലിക്കുന്ന ഒരു ഷെഡ്, ആ ഷെഡ് പെട്ടെന്ന് എന്റെ കണ്ണിൽപ്പെട്ടപ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, ഇവിടെ എനിക്ക് വേലയുണ്ട്, നീ ഇവിടെ ഇറങ്ങണം. കേൾക്കുന്നു? സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ദൈവശബ്ദം നീ കേൾക്കുമ്പോൾ നിന്റെ കണ്ണ് പറയും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ജഡത്തിന്റെ അളവുകോൽ ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ കണ്ണ് വചന കേൾവിയുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ നിൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം വഹിപ്പാൻ നിന്റെ പ്രാർത്ഥന മുഖാന്തരമായി തീരും. ചേർന്ന് ദൈവത്തിന് നന്ദി പറയാമോ? ബുദ്ധി പറയുന്നതല്ല ഇന്ന് രാത്രി നീ കേൾക്കേണ്ടത്, വചനം പറയുന്നത് നീ കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ബുദ്ധിയുടെ പ്രമാണം പലപ്പോഴും ദൈവ പദ്ധതിയിൽ നിന്ന് നിന്നെ വലിച്ചിഴച്ച് കൺഫ്യൂഷൻ ആക്കുമ്പോൾ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടുന്ന നിന്നെ ദൈവ പദ്ധതിയുടെ കൂർമ്മനെ കൊണ്ടെത്തിച്ച് അവന്റെ മഹത്വം കാണാൻ യേശുവിന്റെ രക്തം ജയം. അക്കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാത്. സ്തോത്രം. ഞാൻ അല്പമാകെ അവിടെ ഇറങ്ങി പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. ഞാൻ നോക്കുമ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു ഷെഡാ. സ്തോത്രം. അതിന്റെ മുന്നിലൂടെ ടാറിട്ടൊരു റോഡുണ്ടെങ്കിലും ചോർന്നൊലിക്കുന്ന കാടിന്റെ ആമേനോട് ചേർന്ന് കിടക്കുന്ന, വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഷെഡ് ആത്മാവ് ബോധ്യമാക്കി തന്നാൽ ആത്മീയന് കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു നിയോഗം പ്രാർത്ഥിക്കുന്നവന് കൊടുത്താൽ അവന് സംശയമില്ല കേട്ടോ. ഇന്ന് രാത്രി പലരുടെയും സന്ദേശങ്ങൾ ഊഹാഭോഗത്തിൽ എറിയുമ്പോൾ ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ, കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞു തരുന്ന വചനമല്ല ഈ രാത്രി നിങ്ങൾ കേൾക്കുന്നത്. നിന്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ദൈവവചനം, നിന്റെ ഹൃദയത്തിന്റെ മണ്ഡലങ്ങളെ തട്ടി ഉണർത്തുന്ന ദൈവവചനം, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനം, ദൈവഹിതത്തിലേക്ക് നിന്നെ പൂർണ്ണമായി അവൻ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവവചനം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? അതെ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആ ഷെഡിന്റെ മുമ്പിൽ നിന്നു നോക്കിയപ്പോൾ കാട് പിടിച്ച് കിടക്കുക. ഈ കാട് പിടിച്ച് കിടക്കുന്ന ഷെഡിന് മുമ്പിൽ വീണ്ടും നിന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവിടെ നീ ഒരു കൂട്ടായ്മ തുടങ്ങണം. ഞാൻ ആദ്യമായിട്ട് ആ സ്ഥലത്ത് പോകുന്നത്. അന്ന് ഞാൻ പോർട്ട് പ്ലെയറിന്റെ ചച്ചപ്പണ്ട് ചാർജിൽ ഇരിക്കുക. പക്ഷേ
സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദ്വീപുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നീണ്ട ദിവസങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് നീ അവിടേക്ക് പോകാൻ. അപ്പോൾ ആത്മാവ് പറഞ്ഞ അനുസരിച്ച് പോയപ്പോൾ കിട്ടിയ പ്രതലം സുഖമുള്ള ദൈവമക്കളെ, കർത്താവ് ഒരു പ്രവൃത്തി എന്നിലും നിങ്ങളിലും ആരംഭിക്കുമ്പോൾ ആദ്യം സുഖമൊന്നും പ്രതീക്ഷിക്കരുത്. സ്തോത്രം. പൂർത്തീകരിക്കപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കത്തില്ല ആത്മനിയോഗം പ്രാപിച്ചവന്റെ പണി തുടങ്ങുന്നത്. പുതിയ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിയോഗം തരുമ്പോൾ ഇടത്തുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെ, വലത്തുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെ, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ പ്രാപിച്ച അഭിഷേകം നിന്നെ ഉപദേശിക്കുമ്പോൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ പുതിയൊരു ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിന് ആണിക്കല്ലിടാൻ, അമൂലക്കല്ലിടാൻ ദൈവാത്മാവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനുവേണ്ടി സമർപ്പിച്ചേൽപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന കരങ്ങളെ ഉയർത്തി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാനതിന്റെ ഉടമസ്ഥനെ പോയി കണ്ടു. അദ്ദേഹത്തിന്റെ പേര് ഐവാൻ എന്നാണ്. അദ്ദേഹം ഒരു യാക്കോബ സഭയിൽ നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ടവനായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഐവാൻ ചേട്ടാ, ഞാനൊരു മിഷണറിയാണ്. ഐവാൻ ചേട്ടന്റെ ഈ അവിടെ കാണുന്ന ആ ഷെഡ് കിട്ടിയാൽ കൊള്ളാം. എന്നോട് ചോദിച്ചു എന്തിനാ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥന നടത്താൻ. അദ്ദേഹം ഒരു പരിഹാസത്തോടെ ഒരു ചിരി ചിരിച്ചു. കാര്യം സാധാരണ പ്രാർത്ഥന നടത്തുന്ന സ്ഥലം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. സ്തോത്രം, സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, സ്തോത്രം, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും മീതെ ഉയർന്നിരിക്കുന്നു. ഒരു താണവഴി അഭിഷിക്തനെ, വിശുദ്ധ ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിന്നെ കുറിച്ച് നീ വിചാരിക്കുന്നതിനേക്കാൾ താണ ഒരു നിലയിൽ, ഒരു നാരോ ലെവലിൽ അവൻ നിനക്ക് വേണ്ടി ചിന്തിക്കുന്നില്ല. നിന്റെ ദൃഷ്ടിയിൽ ആരംഭത്തിൽ വചനം കേൾക്കുമ്പോൾ ഇത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിലും അവന്റെ ഹിതത്തിന് നിന്നെ സറണ്ടർ ചെയ്താൽ നീ പിന്നത്തേതിൽ അവന്റെ മഹത്വം കാണും. എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന് തുറന്നു കാണിക്കാം. തുറന്നു കാണിച്ചപ്പോൾ പത്തിക്കാലം പാമ്പിന്റെ കുഞ്ഞതില് വഴി പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പഴുതാര എന്റെ അറിവിൽ ആൻഡമാൻസിലുള്ളവർ പറഞ്ഞ അനുസരിച്ച് ആൻഡമാനിലാണ് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ പഴുതാരയുള്ളത്. ഒരടിയോളം നീളം കാണും. നല്ല വിളഞ്ഞ പഴുതാര. അത് വർധനമുള്ള സമയത്ത് ചൂടുവെള്ളം തിളപ്പിച്ച് വീടുകളിൽ വെച്ചേക്കും അതിനെ നേരിടാൻ. സ്തോത്രം. അപ്പൊ പാമ്പിന്റെ കുഞ്ഞും പഴുതാരയൊക്കെ ഇത് മുറി തുറന്നപ്പോ പോയപ്പോൾ എന്റെ ഹൃദയത്തിനകത്തൊരു നെഗറ്റീവായിട്ടുള്ള ചിന്ത കടന്നു വന്നു. സാത്താന്യ ചിന്തയായിരുന്നു അത് എന്ന് പിന്നത്തെ മനസ്സിലായി. ഈ പാമ്പും പഴുതാരയും ഉള്ളിടത്താണോ നീ കർത്താവിന്റെ വേല തുടങ്ങാൻ പോന്നെ? ഹലോ, ദൈവശബ്ദം കേട്ട് നീ ചുവട് വയ്ക്കുമ്പോൾ പ്രോത്സാഹനത്തിന്റെയും അംഗീകാരത്തിന്റെയും പ്രചോദനത്തിന്റെയും കൈത്താങ്ങലിന്റെ ശബ്ദമൊന്നും കുഞ്ഞെ നീ പ്രതീക്ഷിക്കരുത്. ഹലോ, ഇവിടെ ഉണ്ടോ? നിയോഗം ലഭിച്ച നിനക്ക് മാത്രമേ വെളിപ്പാടുള്ളെന്ന് തിരിച്ചറിഞ്ഞോണം കേട്ടോ. നിയോഗം ലഭിച്ച നിനക്ക് മാത്രമേ ദൈവിക ഇടപെടൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ളൂ. സ്തോത്രം. ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് അഭിപ്രായം പറഞ്ഞ് നിന്റെ കാഴ്ചപ്പാടിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തില് നീ ആത്മാവിൽ ധൈര്യപ്പെട്ടിട്ട് പറയണം, യേസ്, എന്റെ ദൈവം പറഞ്ഞെടുത്ത് ഞാൻ പാദം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കാല് വെച്ചിരിക്കുന്നത്. എന്നോട് പറഞ്ഞ കർത്താവ് കൂടെ പ്രവർത്തിപ്പാൻ ഈ രാത്രി ദൈവവചനം കേൾക്കുന്ന സകലതരവും ആത്മാവിൽ ധൈര്യപ്പെടുവാൻ രക്തത്താൽ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്റെ മനസ്സ് വല്ലാതെ നിരാശപ്പെടുത്തുന്ന തലത്തിൽ ആ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ പെട്ടെന്ന് ആത്മാവിൽ എന്നെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ദൂത് എന്റെ ഉള്ളിലേക്ക് തളച്ചു കയറി.
അത് മറ്റൊന്നുമല്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് പിറന്നു വീഴാൻ ഈ മണ്ണിൽ ഒരു സ്ഥലമില്ലായിരുന്നു. ആരും അനുവാദം കൊടുത്തില്ല. പ്രസവിച്ചെവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്ഥലമില്ലായാൽ വഴിയമ്പലത്തിൽ കിടത്തി നമ്മളത്, അതെ, പശുത്തൊട്ടിൽ കിടത്തി നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. എവിടെയാ പ്രസവിച്ചത് നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ അവന് പ്രസവിക്കാനായിട്ട് അവനെ പ്രസവിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലും അവനെ വണങ്ങാൻ വന്നത് ശാസ്ത്രജ്ഞന്മാരായിരുന്നു, അല്ലെ? അവനെ വണങ്ങാൻ വന്നത് ശാസ്ത്രജ്ഞന്മാരായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുട്ടി പിറന്നപ്പോൾ രാജാവ് വിറച്ച ഒരു ചരിത്രം വേദപുസ്തകത്തിലോ ലോക ചരിത്രത്തിലോ കാണുന്നില്ല. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു ശിശു ജനിച്ചപ്പോൾ ഉദിച്ച വേറൊരു നക്ഷത്രത്തെ കുറിച്ച് ലോകത്തിൽ കാണുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന് എത്ര പേർക്ക് മഹത്വം കൊടുക്കാൻ പറ്റും? കുഞ്ഞെ, നിന്റെ ശൂന്യതയിൽ, നിന്റെ ഇരുളിൽ, ആമേൻ, ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേട്ട് നീ ചുവട് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതലം സുഖമുള്ളതല്ലെങ്കിലും ആത്മാവ് പറഞ്ഞെങ്കിൽ വേറൊരു പദ്ധതിയുടെ തുടക്കമാണ്. നിന്നെ ആത്മാവിൽ കണ്ട ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. യെസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവശബ്ദം, ദൈവ പ്രവൃത്തി ഒരു കംഫർട്ട് സോണിലല്ല തുടങ്ങുന്നത്. ദൈവത്തിന്റെ ആലോചന ഒരു കംഫർട്ട് സോണിലല്ല ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നിയോഗം ലഭിച്ച നിന്റെ സാഹചര്യങ്ങൾ എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും, നീ മുട്ടുകുത്തുന്ന സ്ഥലം, നീ ദൈവസന്നിധിയിൽ കരയുന്ന സ്ഥലം എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും, ഹല്ലേലൂയ, അവന്റെ മഹത്വം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി രക്തത്താൽ ജയം. കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഷെഡ് ഞാനിന്ന് ചോർച്ചയൊക്കെ മാറ്റിത്തരാം, പക്ഷേ വാടകയൊന്നും വേണ്ട. ദാവീദ് പറഞ്ഞു, ചെലവ് ചെയ്യാതെ യാഗമൊന്നും നടത്തരുത്. ഫ്രീ ആയിട്ട് ഉള്ളൊരു മൈൻഡ് സെറ്റ് കളയണം കേട്ടോ. സ്തോത്രം. വിലപ്പെട്ടത് നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വില കൊണ്ട് കൊടുക്കണം. സ്തോത്രം. ആമേൻ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് പരിപാടിയൊന്നും അല്ല നമുക്ക് ആവശ്യം. സ്തോത്രം. മൂല്യമുള്ളത് നേടാൻ പ്രയാസമാണ്. നീ വില കൊടുക്കണം ദൈവസന്നിധിയിൽ. വില കൊടുത്താലേ അതിന്റെ മഹത്വം മനസ്സിലാകത്തുള്ളൂ. നാളെ ശത്രു വാടക വരുമ്പോൾ നിന്നെ പന്താട്ടുന്നത് പോലെ തട്ടി ഓടിക്കാൻ ഇടവരരുത്. മുറത്തിൽ പാറ്റുന്നത് പോലെ പാറ്റാൻ അനുവദിക്കരുത്. ആത്മാവിൽ നീ വില കൊടുക്കാൻ തയ്യാറായാൽ, ഇരുട്ടിന്റെ അധികാരങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ, അന്ധകാര മണ്ഡലങ്ങൾ നിന്നോട് വാദിക്കുമ്പോൾ, നിനക്ക് വേണ്ടി മറുവലയായി നിൽക്കുന്നവൻ പറയും, അവനെ തൊടരുത്, അവന്റെ വിശുദ്ധന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഇന്നലകളിൽ എന്റെ പൈതൽ എന്റെ ഹിതത്തിന് വില തന്നതാണെങ്കിൽ അവനെ കളയാൻ സമ്മതിക്കുന്ന ദൈവമല്ല. യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ആരെയും യോഗത്തിന് വിളിക്കാൻ പോയില്ല. സ്തോത്രം. എനിക്ക് ദൈവം നൽകിയ നിയോഗം അനുസരിച്ച് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ 250 കിലോമീറ്റർ ദൂരമുണ്ട്. പോർട്ട് പ്ലെയറിൽ നിന്ന് മിക്കവാറും ആഴ്ചകളിൽ ഞാൻ പോയി ആ ഷെഡിൽ പോയി മുട്ടുകുത്തുവാൻ. സ്തോത്രം. ദൈവമക്കളെ, നിയോഗം ലഭിച്ച് മുട്ടുകുത്തുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? എൻ്റെ ആത്മീയ ഗുരുവായിരുന്ന മഹാനായ ഇ വി ജോർജ് സാർ, അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹമായിരുന്നു എൻ്റെ ആത്മീയ ഗുരു. 1952 അദ്ദേഹം മുളക്കട ചച്ചുകോട്ടെ സ്റ്റേറ്റ് ഓഫീസിലെ ജോലി അധ്യാപകനുമൊക്കെ ആയിരുന്നു. വലിയ പ്രാർത്ഥനാ മനുഷ്യൻ. അദ്ദേഹം ഞങ്ങളെ മുഴങ്കാലെ നിൽക്കാൻ ആദ്യം പഠിപ്പിച്ചു. വിശ്വസ്ത ജീവിതവും ഒക്കെ നന്നായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശിഷ്യത്വം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുളക്കടിയിൽ അന്നത്തെ കാലത്ത് ലേഡീസ് ബൈബിൾ സ്കൂളുള്ള ഒരു കാലമാണ്. ജോർജ് സാർ എന്നോട് പറഞ്ഞൊരു സംഭവം പറയാൻ, അതായത് നിയോഗം പ്രാപിച്ച് മുട്ടുകുത്തിയാൽ ദൈവസ്ഥാനത്ത് അവിടെ വെളിപ്പെടും എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഉദാഹരണം പറയുക. ദൈവത്തിന് സ്തോത്രം. അവിടെ യൗവനക്കാരിയായ ഒരു പെൺകുട്ടിയിൽ പിശാച് ബാധിച്ചിട്ട് അവളുടെ വസ്ത്രമെല്ലാം പറിച്ചെറിഞ്ഞ് കളഞ്ഞേച്ച് ഭിത്തിയെ കൂടെ ഓടിൻ്റെ മണ്ടേ കയറി.
ഓടിന് മണ്ടേ കയറി വരുന്നവരെല്ലാം ഓട് പറക്കി എറിയുക. ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞൊരു കാര്യം, അവിടെ ടീം വർഗീസ് സാറൊക്കെ ഉള്ള കാലമാണ്. പലരും അവിടെ ചെന്ന് പലതും പറഞ്ഞിട്ട് ഈ പെങ്കൊച്ച് അവരെല്ലാം എന്ത് ചെയ്യുക, ഓട് പറക്കി എറിയുക. സ്തോത്രം. അപ്പോൾ ഓഫീസിൽ നിന്ന് ഒരാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ജോർജ് സാറിനെ വിളിച്ചോണ്ട് വാ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ ചേഷ്ടകളെല്ലാം ദൂരെ നിന്ന് ആളുകൾ കണ്ട് അങ്കലാപ്പെടുകയാ. ജോർജ് സാറിനെ വിളിക്കാനായിട്ട് സാറിന്റെ ക്വാർട്ടേഴ്സിൽ ചെന്നപ്പോൾ സാറിനോട് വിവരം പറഞ്ഞത്, സാറേ ആ ഒരു സഹോദരി ഇങ്ങനെ ഒരേയുടെ മുകളിൽ നഗ്നയായി നിന്ന് ഓട് പറക്കി എറിയുക, അവിടെ ഡാൻസ് കളിക്കുക. സാറ് പറഞ്ഞു, എല്ലാവരും ക്ലാസ് റൂമിൽ വയ്ക്കോ, സ്തോത്രം, ഞാൻ വന്നേക്കാം. സാറ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചേച്ച് മുറിയിൽ നിറങ്ങാൻ നേരം അശുദ്ധാത്മാവ് ബാധിച്ച ആ പെൺകുട്ടി പുരയുടെ മുകളിൽ നിന്ന് വിളിച്ചു പറയുക, EV ജോർജ് കാന്താരി മുറിയിൽ നിറങ്ങാൻ പോവാ, ഞാനിഞ്ഞ് താഴെ ഇറങ്ങിയേക്കാം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. EV ജോർജ് കാന്താരി മുറിയിൽ നിറങ്ങാൻ തുടങ്ങി, ഞാനിഞ്ഞ് താഴെ ഇറങ്ങിയേക്കാം. പിടി കിട്ടുന്നുണ്ടോ? മുട്ട് കിടക്കുന്ന നിന്റെ മേലുള്ള ദൈവശക്തിയുടെ ആഴവും പ്രാർത്ഥിക്കുന്ന നിന്റെ മേലുള്ള ദൈവകൃപയുടെ മഹത്വവും മനുഷ്യർക്കറിയത്തിലും പിശാചിനറിയാം. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, പൊത്തുവരുത്തിയ അനുഭവത്തിൽ ഓടി ജീവിതം അവസാനിപ്പിക്കരുത്. അർത്ഥമുള്ള ഒരു ആത്മാവിന്റെ ജീവിതം പ്രാപിപ്പാൻ, ഇന്ന് രാത്രി നിയോഗം പ്രാപിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ, സമർപ്പിപ്പാൻ മനസ്സുള്ള ദൈവമക്കൾ, വചനത്തിൽ വിറയ്ക്കുന്ന ദൈവമക്കൾ, ദൈവവചനത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന, മുഖ്യ സ്ഥാനം കൊടുക്കുന്ന ദൈവമക്കൾ, ഓ എന്റെ ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയം നന്ദിയോടെ നിറയെ കേട്ടോ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താതെ. ഹല്ലേലൂയ. ജോർജ് സാർ അവിടെ ചെന്നിട്ട് യേശുവിന്റെ നാമമൊന്നും പറഞ്ഞില്ല, ഇറങ്ങിട്ട് താഴെ പറഞ്ഞുള്ളൂ. അന്നേരം താഴെ ചാടി. സ്തോത്രം. അവിടെ അശുദ്ധാത്മാവ് വിട്ടുപോയി. പ്രാർത്ഥിക്കുന്ന നിന്റെ സാന്നിധ്യം അനേക കെട്ടുകൾ അഴിയുന്ന ഒരനുഭവമായി മാറട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? നിന്നോട് അടുത്തൊരു അനുഭവിക്കുന്നവർ നിന്റെ കർത്താവിന്റെ മഹത്വം അറിയേണ്ടത്. നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടത് ജഡത്തിന്റെ ശബ്ദങ്ങളല്ല, ആത്മമണ്ഡലത്തിലെ ശബ്ദമാണ്, വചനത്തിന്റെ ശക്തിയുടെ സാന്നിധ്യമാണ്. ഇന്ന് രാത്രി ഒന്നിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് നിർത്തിട്ട് സ്തോത്രം. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആരും വിളിക്കാതെ ആ മുറിക്കുള്ളിൽ, ആ ഷെഡിനകത്ത് ആളുകൾ വരാൻ തുടങ്ങി. കർത്താവിനോട് ഇടപെടുന്ന ധ്യാനത്തിന്റെ സമയത്ത് ഇടപെടുന്ന വചനങ്ങൾ അവരോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, കൊച്ചു കുഞ്ഞുങ്ങളിൽ ആ യോഗത്തിന്മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദൈവം അയപ്പാനിടയായി. സ്തോത്രം. ഞാൻ അവിടെ നടന്നൊരു അനുഭവം പറയാം. ഒരു കുഞ്ഞിന്റെ അരികിൽ വന്നിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിൽ ഒരു സുവിശേഷം പറഞ്ഞു, മക്കളെ ഈ ആത്മാവെന്നൊക്കെ പറയുന്നത് വെറുതെയാ, ചുമ്മാതെ അന്യഭാഷയൊക്കെ, മക്കളെ ആ യോഗത്തിനൊന്നും പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ കുഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ അതിന്റെ ഹൃദയം തകർന്നാ പോയത്. അന്ന് വൈകിട്ടത്തെ ആ മീറ്റിങ്ങിൽ ആ കുഞ്ഞിന് പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറച്ചു. പിറ്റേ ആഴ്ചയെ സ്തോത്രം ആ പ്രിയപ്പെട്ടവൻ ആ വീട്ടിൽ വന്നപ്പോൾ ആ കുഞ്ഞ് ചോദിച്ചു, അതേ ഉപദേശിച്ചപ്പനല്ലേ പറഞ്ഞേ, ആമേ പെന്തക്കോസ്ത് അനുഭവം ശരിയല്ല, അന്യഭാഷയില്ല, പക്ഷേ ആമേൻ എന്നെ യേശുവപ്പച്ചൻ നിറച്ചെന്ന്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വരുന്ന ദിവസങ്ങൾ ദൈവമഹത്വം വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആത്മാക്കൾ വചനം കേട്ട് അവിടെ നിന്ന് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്നു. ഇന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ പിക്ചർ നാളയിലുള്ള സഭയിലുള്ള അംഗങ്ങളിൽ മിക്കരും ഇന്ന് ആ ചോർന്നൊലിച്ച ഷെഡിൽ ആത്മാവ് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയ ആ ചെറിയ പ്രവർത്തനത്തിന്റെ റിസൾട്ടാ ഇന്ന് ആ ദൈവസഭ അവിടെ നിലനിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നീ മുട്ടുമടക്കുന്ന പ്രതലം സുഖമുള്ളതല്ലെങ്കിലും
മഹത്വം വിശ്വാസത്താൽ കണ്ടോണം. സ്തോത്രം. നിന്റെ സാഹചര്യം നിന്നെ ദണ്ഡിപ്പിച്ചെന്ന് വരും, നിന്നെ വിമർശിച്ചെന്ന് വരും, നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരും, നീ കുറ്റാരോപണ വിധേയായെന്ന് വരും, അലിഗേഷൻ നിനക്കെതിരെ ഉണ്ടായെന്ന് വരും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തിയതുപോലെ തനിയെ വേറിട്ടൊന്നിരിക്കാൻ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ ഒന്ന് അർത്ഥമുള്ള ഒരു ഹല്ലേലൂയ ഒരു പേഴ്സണൽ പ്രയർ ലൈഫിന് ഇന്ന് രാത്രി പ്രയോറിറ്റി കൊടുക്കാൻ ഇന്ന് രാത്രി തയ്യാറായാൽ യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരുമിനപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്താതെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഐവാഞ്ചേട്ടന്റെ ഭവനം സന്ദർശിക്കാൻ ചെന്നപ്പോൾ ആരൊക്കെയോ പുള്ളിക്കാരനെ തെറ്റായ കുറച്ച് ധാരണകൾ കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള യോഗത്തിനൊന്നും പോകരുത്, കാരണം ഒരു വാക്കാൽ എഗ്രിമെന്റുകൾ നൽകി വാടക കൊടുത്ത് വരുന്നതായതുകൊണ്ട് പെട്ടെന്ന് ഇറക്കി വിടാൻ പ്രയാസം. സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ സന്ദർശിപ്പാൻ എന്നുമ്പോൾ അദ്ദേഹനൊരു ഇത്തിരി കലിപ്പോടാണ് ചോദിച്ചത്, ഇവിടെയുള്ളോ സന്ദർശിക്കാൻ? അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നതിന് മറ്റാളുകൾ വിലക്കുണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ഞാൻ വളരെ സൗമ്യമായ ഭാഷയിൽ ഇങ്ങനെ ചോദിച്ചു, ഐവാഞ്ചേട്ടാ, ഇപ്പുറത്തെ വീട്ടിൽ ഞാൻ കയറി, അപ്പുറത്തെ വീട്ടിൽ ഞാനിങ്ങനെ കയറും, ഞാൻ ഇവിടെ കയറും. സ്തോത്രം. കോപം ശമിച്ചിട്ട് പറഞ്ഞ്, എന്നാ വാ. ഹലോ, സ്നേഹത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒറ്റ വാതിലുമില്ല. മനുഷ്യർ നിന്നെ ആരോപണ വിധേയനാക്കുമ്പോൾ ക്രൂശിന്റെ സഹിഷ്ണുത ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ നിറഞ്ഞ സ്നേഹത്തിൽ നീ ആത്മാവിൽ വിളിച്ചു പറയണം, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒറ്റ വാതിലില്ല. എത്ര പേർക്ക് വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ പുറകെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ വിശ്വാസത്തോടെ പറഞ്ഞു, പിശാചേ, ഈ ഭവനം നിനക്കുള്ളതല്ല, ഇത് കർത്താവിനുള്ള വീടാ. ഇവരുടെ ഷെഡ് വാടകയ്ക്കെടുത്തെങ്കിൽ ഈ ഭവനം ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ നിന്റെ കൃപ അനുഭവിക്കാൻ പോവുക, നിന്റെ കൃപ അനുഭവിക്കാൻ പോവുക. വിശ്വസിച്ചെന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാമോ? അമ്മേ, നിന്റെ സാഹചര്യം മോശമായ നിലയിലായിരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കാമോ? ചില അടയാളങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കാമോ? മനുഷ്യബുദ്ധിയിൽ എത്ര ചിന്തിച്ചാലും നടക്കത്തില്ലെന്ന് തോന്നുന്ന മേഖലകളിൽ കൂർത്തമൂർത്ത പ്രതലങ്ങൾ പോലുള്ള നിന്റെ ആത്മമണ്ഡലത്തിൽ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്താൽ ഒരു റിസൾട്ട് ലഭിക്കുമെന്ന് വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യലോ. സ്തോത്രം. ഞാൻ എൻ്റെ ഉള്ളത്തിൽ വിശ്വാസത്താൽ പറഞ്ഞു, ശാലേ 6 മാസത്തിനുള്ളിൽ ഈ ഐവാഞ്ചേട്ടനെയും, സ്തോത്രം, തൻ്റെ കൂട്ടാളിയും തൻ്റെ മക്കളെ 3 പേരെയും എൻ്റെ കൊച്ചു കൈകൊണ്ട് ഞാൻ സ്നാനപ്പെടുത്തും. ഇതിലൊന്നിലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേർതിരിക്കും. 4.5 മാസം കഴിഞ്ഞപ്പോൾ അവരെ 5 പേരെയും സ്നാനപ്പെടുത്താൻ ദൈവാത്മാവിടെയാക്കി. അതിലൊരു പൈതൽ ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. ആമേൻ. ഒരാൾ പൈതൽ പോലീസുകാരനാണ്. സ്തോത്രം. ഞാൻ താഴ്മയോടെ വിളിച്ചു പറയട്ടെ, ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, സ്തോത്രം, ഒറ്റയ്ക്കൊരു പ്രാർത്ഥനാ ജീവിതം ഇന്ന് രാത്രി ബിൽഡ് ചെയ്തേ മതിയാകെയുള്ള. നിനക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇന്റിമേസി അത്യാവശ്യമാണെന്ന് ഇന്ന് രാത്രി തീരുമാനമെടുത്തേ മതിയാകെയുള്ളൂ. ആരുടെ കൂടെ സമയം ചെലവഴിച്ചാലും അതെല്ലാം വേസ്റ്റാ കുഞ്ഞേ. ആരുമായിട്ട് എത്ര സഹവർത്തം കൂടിയാൽ അതെല്ലാം ടെമ്പററിയാ കുഞ്ഞേ. ഹല്ലേലൂയ. നിനക്കൊണ്ടെന്ന് അഭിമാനിക്കുന്നതെല്ലാം നോട്ട് പെർമനന്റ്, അതെല്ലാം ടെമ്പററി ആണ്. എന്നാൽ why can't you make a great intimacy with Jesus tonight? hallelujah. ഇന്ന് രാത്രി അവനുമായി ഒരു സഹിത്വം, അവനുമായി ഒരു ഇന്റിമേസി. ആത്മനിറവോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട് ഇന്ന് രാത്രി ഉള്ളിൽ നിറഞ്ഞ ദൈവത്തിന് നന്ദി പറയാമോ? യേശുവിന്റെ രക്തം ജയം. He can understand you better than anyone else. Hallelujah. ഈ ആരംഭയോഗത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. Hallelujah. നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് സുഖമല്ലെന്ന് തോന്നുമ്പോൾ ആത്മാവ് നിന്നെ വിരൽ ചൂണ്ടുന്ന മേഖലകൾ നിന്നെ ഒരു പുതിയ ദൈവപ്രവൃത്തിയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നയിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ അതിന് നോ പറയരുത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പോയി മുട്ടുകുത്തി എന്ന് വായിക്കുന്നു.
അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടിൽ ലേഖനം എഴുതുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ മടങ്ങും. ശ്രദ്ധിച്ച് കേൾക്കണേ. പൗലോസ് പറയുന്നു, സർവ കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ പിതാവിന്റെ സന്നദ്ധിയിൽ താൻ മുട്ടുകുത്തുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മുഴങ്കാലിലുള്ള പ്രാർത്ഥനയുടെ മഹത്വമൊക്കെ കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ഇവിടുത്തെ സമ്പ്രദായങ്ങളുടെ കുത്തൊഴുക്കിൽ നവീനമായ തത്വങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും ഇടയിൽ ദൈവഭക്തിയുടെ ആഴത്തിന്റെ മഹത്വം നിറഞ്ഞ മുഴങ്കാൽ പ്രാർത്ഥനയുടെ ശീലങ്ങളൊക്കെ നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തളത്തിൽ ആത്മനിയോഗം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ താഴ്മയോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അവൻ ഗെത്സമനയിൽ മുട്ടുകുത്തിയെങ്കിൽ അവനേക്കാൾ വലിയവരായി ഈ ലോകത്തിൽ ഒരു നേതാക്കന്മാരുമില്ല. അവന് തുല്യം പറയാൻ ഈ ലോകത്തിൽ ഒരു ശാസ്ത്രജ്ഞന്മാരുമില്ല, ബുദ്ധി രാക്ഷസന്മാരില്ല, സാമ്രാട്ടുകളില്ല, അധിപതികളില്ല. അവന് തുല്യം വെക്കാൻ ആരുമില്ല. ഒരു കല്ലേറ് ദൂരത്തോളം പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ച കർത്താവിനെ ഫോളോ ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും അതൊരു ശീലമായി മതിയാ. എന്നോട് ചേർന്ന് രാമ്യം പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. അമ്മേ, മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ, മോശ ജനത്തെ ഉപദേശിക്കുമ്പോൾ പറയുന്നുണ്ട്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്ക. പിന്നെന്താ പറയുന്നത്? നമ്മെ നിർമ്മിച്ച പാറയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? പ്രയാസമുള്ള ഒരു കാര്യമാണ്. ജ്ഞാനികളുടെ ജ്ഞാനിയായിരുന്ന ശലോമോൻ, സ്തോത്രം, തൻ ജനത്തെ ആശീർവദിക്കുന്നതിന് മുമ്പായി യഹോവയുടെ ആലയം പണിതതിനു ശേഷം താൻ ഒരുമിച്ച് മുട്ടുകുത്തിയ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് എഴുതിയെടുക്കാം. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:54, 2 ദിനവൃത്താന്തം 6:13. സ്തോത്രം. 2 ദിനവൃത്താന്തം 6:13 എന്തെഴുതിയിരിക്കുന്നു? ശലോമോൻ എന്ത് ചെയ്തു? മുട്ടുകുത്തി ജനത്തെ അനുഗ്രഹിക്കാൻ. അയ്യോ, ഈ മഹാരാജാവ് എന്തിനാ മുട്ടുകുത്തിയേ? സ്തോത്രം. ശ്രദ്ധിക്കണേ. അമ്മ 10 മിനിറ്റ് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ നിവർത്തിട്ട ഒരു പാ നിന്റെ കട്ടിലിന്റെ അടുത്ത് കാണണം കേട്ടോ. 5 മിനിറ്റ് നീ അതിനൊന്ന് കൊടുത്തേ. സ്തോത്രം. ഞാൻ പറയാം, when problem will knock at your door, invite Jesus. Let him open your door. Then you will be saved. Hallelujah. പ്രശ്നം ജീവിതത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ഈ രാത്രിയിൽ ആ പ്രോബ്ലത്തിന്റെ വാതിൽ തുറക്കാൻ നീ പോകണ്ട. ആ വാതിൽ തുറക്കാൻ കർത്താവിനെ ഒന്ന് വിളിക്കേ. ഹല്ലേലൂയ. അവൻ തുറന്നാൽ നീ സുരക്ഷിതയായിരിക്കും. ചേർന്ന രാമ്യം പറയാമോ? Praise the Lord. പ്രധാനമന്ത്രിയായിരുന്ന ദാനിയേൽ എത്ര ബിസിയുള്ള ആളാണെന്നറിയാം. അന്ന് 120 സംസ്ഥാനങ്ങളായിട്ടാണ് ലോകത്തിന്റെ ഭരണകൂടത്തിൽ അന്ന് തരംതിരിച്ചിരുന്നതെങ്കിൽ അതിന്റെ മേലധികാരിയായ പ്രധാനമന്ത്രിയായിരുന്ന ദാനിയേൽ ദിവസം 3 പ്രാവശ്യം സ്തോത്രം കർത്താവേന്ന് പറഞ്ഞു പോയതല്ല, മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്നാ. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. രോഗം ബാധിച്ച ശരീരത്തിന് ഫിസിഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ തെറ്റാതെ 3 ടൈം കഴിക്കുന്നതിനേക്കാൾ ഉപരിയായി സ്തോത്രം തനിക്ക് മനസ്സിലായി, എനിക്ക് 3 നേരം പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ ഭരണത്തിന്റെ മീതെ എനിക്ക് ദൈവകൃപയോടെ നിൽപ്പാൻ കഴിയും കേട്ടോ. വാങ്ങിക്കുന്ന കറൻസിയുടെ സന്തോഷത്തിൽ നിന്റെ സ്ഥാനം പിടിച്ചിരിക്കരുത്. നിനക്ക് ലഭിച്ച ആരോഗ്യത്തിൽ ദുരഭിമാനം കൊണ്ടിരിക്കരുത്. നിനക്ക് ലഭിച്ച മക്കളിലും കുടുംബ ജീവിതത്തിലും ദുരഭിമാനിയായി ഇരിക്കരുത്. മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നന്ദിയുള്ള ഹൃദയത്തോടെ ഈ രാത്രി ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ദൈവമായ ഒരു പ്രൈവറ്റ് പ്രയർ ലൈഫ് ഇന്ന് രാത്രി നമുക്ക് ആവശ്യമാണ്.
ഹല്ലേലൂയ. എത്ര പേരോട് ദൈവം ഇടപെടുന്നു. എന്റെ ഉള്ളത്തോട് ദൈവം കൃത്യമായി സംസാരിക്കുന്നുവെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവവചന കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്ക് താങ്ങാൻ കഴിയാത്തത് ആ കൈകളിലൊന്ന് ഏൽപ്പിച്ച്, അമ്മേ, നിനക്ക് സഹിപ്പാൻ കഴിയാത്തത് ആ കൈകളിലൊന്ന് ഏൽപ്പിച്ച്, അപരാജുഗനഘടകതിനി അപരഘടകൻ സമ്പൽ ഖജാലകസി, നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നത് ആ കൈകളിലേക്കൊന്ന് എറിഞ്ഞു കൊടുത്ത്, ആ സർവശക്തിയുടെ കൈകളിലേക്കൊന്ന് എറിഞ്ഞു കൊടുത്ത്. ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി കർത്താവ് മുട്ടുകുത്തും. എനിക്ക് ആ ഭാഗത്ത് നിന്ന് തന്നെ സംസാരിച്ചാൽ നേരം എടുത്താൽ തീരുകയില്ല. സ്തോത്രം. പണ്ട് ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് വി ജോർജ് സാറിൻ്റെ അവിടെ ഇങ്ങനെ ഞങ്ങള് +2 ഇങ്ങനെ അന്ന് പ്രേരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞുള്ള സമയം സാറ് അന്ന് അവധി കൊടുത്തു. സാറ് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഇവിടെ പ്രാർത്ഥനയുണ്ട്, ആർക്കെങ്കിലും താല്പര്യമുണ്ടേ വരാം. ഞങ്ങൾക്ക് പെന്തക്കോസ്ത് അനുഭവം എന്തോന്ന് പോലും അറിയില്ല. ഞാനും പെങ്ങളോട് പ്രാർത്ഥിക്കാൻ പോയി. സ്തോത്രം. ആ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പം നല്ല ആശ്വാസം. ഹലോ, ആവശ്യബോധത്തോടെ യോഗത്തിന് വരുന്നവന് ആശ്വാസം കിട്ടത്തുള്ളൂ. യോഗം കാണാൻ വരുന്നവർക്ക് ആശ്വാസം ഒന്നും കിട്ടില്ല. സ്തോത്രം. അനുഭവിക്കാൻ വരുന്നവർക്ക് അത് ആശ്വാസമായിട്ടേ പോകും. കർത്താവിനെ മുട്ടിയുരുമി നടന്നവർക്കൊന്നും ശക്തി പുറപ്പെട്ടില്ലല്ലോ. അകത്ത് ആവശ്യബോധത്തോടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടതുപോലെ. സ്തോത്ര 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 സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ആദ്യത്തെ അമ്മ ഈ യോഗം കഴിഞ്ഞപ്പോൾ 4:30 4 മണി കഴിഞ്ഞു. സ്തോത്രം. ഞങ്ങൾ പറഞ്ഞു, അച്ചാച്ച നമുക്ക് പോയേക്കാം, പപ്പ നമ്മളെ തല്ലിക്കൊല്ലു പറഞ്ഞ. സ്തോത്രം. ഞാൻ നീ പോയി, ഞാൻ ചൂട് കഴിഞ്ഞു. സ്തോത്രം. എനിക്കെന്തോ ഒരു വെപ്രാളം. അന്ന് നമ്മള് അമ്മേ കത്തോലിക്ക പള്ളിയിൽ ധൂപക്കുറ്റി വീശി അമ്മേ ദുപ്തേരും വായിച്ച് മറവലിച്ചും മണികിലിക്ക് നിൽക്കുന്ന സമയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. രണ്ടാമതിരുന്ന യോഗത്തിന് ദൈവമക്കളെ ഇരുന്ന സമയം അറിഞ്ഞില്ല. തീർന്നത് നേരം എടുത്തു. ഭാര്യാവര് യോനച്ചാനായിരുന്നു അന്നവരുണ്ടായിരുന്നു. സ്തോത്രം. ദൈവസന്നദ്ധിയിൽ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് ദാഹിച്ച് സ്തോത്രം സ്തോത്രം. ദാവീദ് പറയുന്ന പോലെ എന്റെ ആഹാരത്തേക്കാൾ നിന്റെ വചനത്തെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി ഉള്ളിൽ നിന്ന് ആത്മദാഹമുള്ള ദൈവമക്കളെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, തിരിച്ചറിഞ്ഞോണം, തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാണെങ്കിൽ നീ ഉണർന്നേ മതിയാകുള്ളൂ. അമേ, കാലം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തിരിക്കുന്നുവെന്ന് നിരവധി മാർഗങ്ങളിലൂടെ ധ്വനി അടയാളം കൊണ്ടും സൂചന കൊണ്ടും എന്റെ നിങ്ങളുടെ കണ്ണിന്റെ കാലുകളെ മുമ്പിൽ മുഴങ്ങുമ്പോൾ ചരദിക്കാനും വാരിക്കൂട്ടാനും അമ്മയെ പൊക്കിപ്പണിയുവാനുള്ള വെപ്രാളത്തിൽ നിന്ന് ഇന്ന് രാത്രി ആത്മ മനുഷ്യൻ ഉണർന്നുകൊണ്ട് പറയും, ഇതിനൊന്നുമുള്ള സമയമല്ല. ഉണ്ടെങ്കിൽ പണിതോട്ടെ, പക്ഷെ അതിനപ്പുറത്തായി ഒരുങ്ങിയേ മതിയാകൂ, അതിന് ഉണർന്നേ മതിയാകൂ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒട്ടുമേലുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവമക്കളെ പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിന് അതിൻ്റെ തലയാഴ്ച ക്ഷണിച്ച സ്ഥലത്ത് പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസം പന്തളത്തിൻ്റെ ഒരു സ്നേഹിതൻ്റെ ചർച്ച പോകാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു. എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ചർച്ചിൽ യോഗത്തിന് പോകണം. സ്തോത്രം. എൻ്റെ കുട്ടാളിയോട് പറഞ്ഞു, പന്തളത്ത് പോകാനല്ല ദൈവനിയോഗം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം വിജയം പാസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ആ പ്രിയപ്പെട്ടവൻ്റെ കൂട്ടായ്മയിലേക്ക് പോകാൻ ദൈവാത്മാവ് പറയുന്നത്. നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അവർ പ്രതീക്ഷിക്കാതെ അവിടെ ചെന്നു. ആ ചർച്ചയിൽ 3 പേര് അവിടെ ഗ്രാജുവേറ്റ് ചെയ്ത 4 പേര് അവിടെ പഠിച്ചെങ്കിലും ഈ യോഗത്തിൽ ദൈവവചനം പ്രസംഗിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ അവിടെ CMS വർക്ക് ചെയ്യുന്ന 40 വർഷമായൊരു ഡീക്കൻ അവിടെ വന്നിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി സംശയങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. യോഗം കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ വേറെ സ്ഥലത്ത് യോഗത്തിന് പോകാൻ ഇരുന്നതായിരുന്നു, പക്ഷെ ഇവിടെ വരാൻ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഹേമം ഉണ്ടായി. ഇവിടെ വന്നു ദൈവദാസൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ മുഴുവൻ മാറി. ഹലോ, കേൾക്കുന്നുണ്ടോ? കൺഫ്യൂഷൻ മുഴുവൻ മാറി. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ ഉച്ച കഴിഞ്ഞ് ഫ്രീയാ, സമയമുണ്ട്, വന്നാട്ടെ. സ്തോത്രം. ഞങ്ങൾ അദ്ദേഹത്തെ കൈക്കൊണ്ടു. കുറച്ച് സമയം ദൈവത്തിന് മുട്ടുമേയിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനായി. ആര് തൊട്ടതാ? തൊടണ്ടവൻ തൊട്ടെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ യോഗങ്ങളൊക്കെ വെറുതെ പൊക്കൊണ്ടിരിക്കുമ്പോൾ നിയോഗത്താലുള്ള ചില കൂട്ടായ്മകളിൽ വലിയ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി സ്തുതിക്കാൻ മനസ്സുള്ളവർ, ആത്മാവിൽ നിറയാൻ മനസ്സുള്ളവർ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഉള്ളു തുറന്ന ദൈവത്തിന് നന്ദി പറയട്ടെ. ഇന്ന് രാത്രിയിലും മഹത്വം കാണുവാൻ, മഹത്വം കാണുവാൻ, മഹത്വം കാണുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേര് ഞാൻ ആ സന്ദേശം നിർത്താം. ദൈവത്തിന് സ്തോത്രം. രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകണമല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരു കല്ലേറ് ദൂരത്തോളം കർത്താവ് വാങ്ങിപ്പോയി. ഇപ്പൊ മുട്ടുകുത്തുക എന്നുള്ള വിഷയത്തിന്റെ നിന്ന് എന്റെ പ്രാധാന്യത ഞാൻ പറഞ്ഞു വരികയാണ്. ബാക്കി ഭാഗത്തിലേക്ക് കയറാൻ നിയോഗം പോലെ പോട്ടെ. സ്തോത്രം. നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന മറ്റൊരു ഭാഗമുണ്ട്. 3.5 വർഷം ഇസ്രയേൽ ദേശം മുഴുവൻ വരൾച്ച പ്രാപിച്ചു കിടന്നപ്പോൾ 3.5 വർഷത്തിന് ശേഷം നിയോഗം പ്രാപിച്ച ഏലിയാവ് കർമ്മേലിൽ ഒരു യോഗം നടത്തി. ദൈവത്തിന് വേണ്ടി പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കാൻ ഒറ്റയാളെ ഉള്ളായിരുന്നു. കിട്ടിയാൽ തട്ടുമെന്ന് രാജ്യത്ത് പ്രഖ്യാപനം നടത്തിയെടുത്ത് വാളിനാൽ ഛേദിക്കപ്പെടാനുള്ള ഏലിയാവിനെ രാജ്യം മുഴുവൻ തെരഞ്ഞിട്ടും ഏലിയാവിനെ കണ്ടില്ല. എന്താ കാണാഞ്ഞ്? ഇരമ്യാവിനെ ദൈവം ഒളിപ്പിച്ചു എന്ന് വായിക്കുന്നത് പോലെ രാജാവിന്റെ കണ്ണിൽപ്പെടാത്ത, രാജാവിന്റെ ക്യാമറയിൽ പെടാത്ത ഒരു സ്ഥലം ദൈവശബ്ദം അനുസരിക്കുന്നവന് വേണ്ടി ദൈവം കണ്ടെത്തിയിരുന്നു. എത്ര പേർക്ക് നിരാത്തിൽ സ്തോത്രം ചെയ്യാൻ പറ്റും? എന്റെ ദൈവത്തിന് സ്തോത്രം. കുഞ്ഞെ, നീ ദൈവശബ്ദം അനുസരിച്ചാൽ ഏത് വാൾമുന നിനക്കെതിരെ എഴുന്നേറ്റാലും, ഏത് എതിരി ശക്തികൾ നിനക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞാലും, എത്ര പേരുടെ ഒപ്പ് സൈൻ ചെയ്ത് മൂവ് ചെയ്യാൻ നോക്കിയാലും, ദൈവശബ്ദത്തിന് ചുവട് വെക്കുന്ന ഒരു ദൈവവചനന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഒരു ഗവൺമെന്റും അല്ല. നിന്നെ ഓമനപ്പോർജൽ വിളിച്ച ദൈവമാണ്, നിന്നെ ഉള്ളംകൈയിൽ വരച്ച ദൈവമാണ്. അമ്മ നിനക്ക് മുൻപടയായി പിൻപടയായിരിക്കുന്ന ദൈവമാണ്. നിന്റെ കാര്യം വ്യവഹാരം നടത്തുന്ന ഒരുവനുണ്ട്, നിന്റെ ജാമ്യക്കാരനുണ്ട്, നിന്നോട് കൂടെ സഞ്ചരിക്കുന്നവനുണ്ട്, നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാക്കു പറഞ്ഞവര് കർത്താവുണ്ട്. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ ഹൃദയം തുറന്ന ദൈവത്തിന് നന്ദി പറയട്ടെ. ഈ രാത്രി അവന്റെ മഹത്വത്തോടെ നീ മടങ്ങിപ്പോകണം. മനസ്സ് നീറി വന്നെങ്കിൽ ഹൃദയം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ട് മടങ്ങിപ്പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. നമ്മൾ വായിക്കുന്നത് എന്താണ്? അശ്ശേരയുടെയും ബാലിന്റെയും പ്രവാചകഗണങ്ങൾ ഒരേ യൂണിഫോമിൽ ആകാം. അവർ ഒത്തിരി അധ്വാനിച്ചു തീയിറക്കാൻ, ഒന്നും നടന്നില്ല. എന്റെ ദൈവമക്കളെ, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ. അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് യൗവനക്കാരായ പ്രഭാഷകർ, ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല. സ്തോത്രം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള മിഷണറിമാരായ ആളുകൾ അതൊക്കെ കാണുമ്പോൾ വേദന തോന്നാറുണ്ട്. സ്തോത്രം. ചിലർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഓ ഹോളി സ്പിരിറ്റ്, ഐ കമാൻഡ് യു ടു കം ഡൗൺ. ഇതെന്നാ ഇത്? ഒരു വാട്ടവെള്ളം മാറി കുടിച്ചാൽ കട്ടിലേന്ന് ഇറങ്ങാൻ പറ്റിയല്ലേ? സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ ആർക്കും നിയന്ത്രിക്കാനോ പരിശുദ്ധാത്മാവിനോട് ആർക്കും കൽപ്പിക്കാനോ പറ്റില്ല. ആത്മാവിന് കൽപ്പിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന് കൽപ്പന കൊടുക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല കേട്ടോ. പോഷത്വങ്ങൾ കേൾക്കുമ്പോൾ ആമീൻ പറയരുത്. അകത്തുള്ള ആത്മ മനുഷ്യന്റെ കണ്ണു തുറന്ന് ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെട്ടു കൊള്ളുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ വായിക്കുന്നത് എന്താണ്? സ്തോത്രം. ഒരു ശ്വാസത്തിന്റെ വരികളെ ഏലിയാവ് പ്രാർത്ഥിച്ചുള്ളൂ.
ദൈർഘ്യമായ പ്രാർത്ഥനകളൊന്നും അവിടെ നടന്നില്ല. 850 പേരടങ്ങുന്ന ഭൂരിപക്ഷം നടത്തിയ യോഗം, സ്തോത്രം, തന്നെത്താൻ മർദ്ദനത്തിനും മുറിവിനും വഴിതെളിച്ചപ്പോൾ ഏലിയ ഒരു കാര്യം പറഞ്ഞു, എത്രത്തോളാ നിങ്ങൾ 2 തോളിൽ ഈ കാല് വെക്കുന്നേ? അവർക്ക് ലക്ഷ്യമില്ല. അവര് അമ്മയെ ആരാധിക്കുന്നവന്റെ ശക്തിയുടെ മഹത്വം ഒന്നും അവർ അറിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ ഈ മക്കളെ? ഊഹാഭോഗത്തിലൊന്നും കൊള്ളുന്നേ കൊള്ളട്ടെ എന്ന് വിചാരിച്ചെറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആത്മനിയോഗത്താൽ നിന്റെ പ്രാർത്ഥനയാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആത്മനിയോഗത്തിൽ നീ പ്രാർത്ഥിച്ചാൽ ഉന്നം തെറ്റത്തില്ല, ഉന്നം തെറ്റത്തില്ല. പ്രാർത്ഥന നിയോഗത്തിലാണെങ്കിൽ 100% റിസൾട്ട്, മേ ബി നോട്ട് ടുഡേ ബട്ട് ഡെഫിനിറ്റ്ലി വിൽ കം. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും പ്രാർത്ഥിച്ചത് ആത്മാവിലാണോ ആത്മനിയോഗത്തിലാണോ, റിസൾട്ട് നിന്റെ അവകാശം. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. സ്തോത്രം. എലിയാവ് ഈ യാഗപീഠങ്ങളൊക്കെ ഇടിഞ്ഞത് നേരെയാക്കിയതിനു ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കണേ കേട്ടോ. ഓവേ, ഞാൻ നിന്റെ ദാസനെന്നും ഇവയെല്ലാം നിന്റെ ഹിതത്താൽ ചെയ്തു എന്നും അറിയാൻ വെളിപ്പെട്ടു വരുന്നു. തന്റെ പ്രാർത്ഥന തന്റെ മിനിസ്ട്രിയെ ഹൈലൈറ്റ് ചെയ്യാനായിരുന്നില്ല. കേൾക്കുന്നുണ്ടോ? ആമേൻ. ആർക്കുമില്ലാത്ത ഒരു പദവി തനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചൊന്നുമല്ല പ്രാർത്ഥിച്ചത്. തന്റെ ശുശ്രൂഷയിൽ തനിക്ക് ബോധ്യമായ പ്രാർത്ഥന താൻ പ്രാർത്ഥിച്ചു. എന്താ? 3.5 വർഷം പ്രാണൻ അപകടത്തിലായിരുന്ന കാലഘട്ടങ്ങളിൽ, ദേശം വിണ്ടുകീറിയ സ്ഥാനത്ത്, തോടും പുഴയും തീരങ്ങളും എല്ലാം ഉണങ്ങിപ്പോയ സ്ഥാനത്ത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കുറവ് വരുത്താതെ, ഒരു നേരത്തെ ദാഹജലം പോലും കുറവ് വരുത്താതെ 1000 പട്ടിണിയിൽ വലഞ്ഞപ്പോൾ അരുളപ്പാടേറ്റെടുത്തവനെ പോഷിപ്പിച്ച് നടത്തിയ, പുലർത്തിയ, കരുതിയ ദൈവത്തെ അനുസരിപ്പാൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ചവന്റെ പ്രാർത്ഥന വേസ്റ്റ് ആയില്ല കേട്ടോ. സ്തോത്ര 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 സ്തോത്ര. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ഡിപ്പോസിറ്റിൽ നീ പ്രശംസിക്കരുത് കേട്ടോ. നിന്റെ സ്ഥിര വരുമാനത്തിൽ നീ പ്രശംസിക്കരുത് കേട്ടോ. നിന്റെ മാസം തോറുമുള്ള വരുമാനത്തിൽ നീ പുകഴരുത് കേട്ടോ. ഇതല്ല എപ്പോ വേണേലും നിന്നു പോകാം. പക്ഷെ ഉയരത്തിലേക്കൊന്ന് നോക്കിക്കേ. നീ അറിയാത്തൊരു കരുതൽ വേറെ ഉണ്ട്. നീ അറിയാത്തൊരു വഴി ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വരൾച്ചയുടെ നടുവിലും ഹല്ലേലൂയ അറിഞ്ഞു പുലർത്തുന്നവര് കരുതലിന്റെ കരം ആത്മാവിൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പെട്ടു. വ്യാജ പ്രവാചകഗണം മുഴുവൻ അവിടെ അവസാനിച്ചു. ഒറ്റ ആരാധന കൊണ്ട്, ഒരു ശുശ്രൂഷ കൊണ്ട് രാജ്യത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിച്ച ആ ദൈവപുരുഷൻ ആഹാബിന്റെ രഥത്തിൽ അരമനയിലേക്കൊന്നും കയറിപ്പോയില്ല. അങ്ങോട്ട് ചെല്ലാനൊരു ക്ഷണവും കിട്ടിയില്ല. ശ്രദ്ധിക്കണേ. സ്തോത്രം. തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏലിയാവ് ആഹാബിന്റെ അരികിൽ ചെന്നിട്ട് പറയുകയാണ്, സ്തോത്രം സ്തോത്രം. തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ തീ കാണുമ്പോൾ പ്രാർത്ഥന മനുഷ്യന്റെ കാതിൽ ഒരു മുഴക്കം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? മറ്റൊന്നുമല്ല, 3.5 വർഷം ആകാശം അടഞ്ഞു കിടന്നെടുത്ത് ഒരു പുല്ലുപോലും കിളുക്കാതെ ഉദ്യാനമായി കിടന്ന സ്ഥലം മരുഭൂമി പോലെ മാറിക്കിടന്നെടുത്ത് ദൈവ ശബ്ദത്താൽ, ദൈവ നിയോഗത്താൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്റെ കാതിൽ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നീ അകത്തളത്തിൽ ആത്മാവിൽ നിറഞ്ഞ് നാഥന്റെ പാദപീഠത്തിൽ ഹൃദയം പകരുമ്പോൾ നിന്റെ വരൾച്ച മാറ്റുന്ന ഒരു കരം ഇന്ന് രാത്രി കണ്ട് എഴുന്നേൽക്കാവ് കേട്ടോ. നിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്ന, നിന്റെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുന്ന, നിന്റെ സർക്കംസ്റ്റാൻസിനെ ചേഞ്ച് ചെയ്യുന്ന ഏത് നിയമത്തെ തിരുത്തി കുറിക്കുക, ഏത് സാഹചര്യത്തെ മാറ്റിമറിക്കുക, ഏത് പെയിൻഫുൾ സിറ്റുവേഷനെയും ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Let us
us praise our God. Hallelujah. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും വരികയില്ല, മഴയും വരികയില്ല. പ്രാർത്ഥന മനുഷ്യന്റെ അധരത്തിൽ അന്തരീക്ഷത്തിന്മേൽ അധികാരമുണ്ടെന്നല്ലേ അതിൽ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ പലരുടെ പ്രാർത്ഥന, പലരുടെ നന്മകൾ തടയുമ്പോൾ ഈ രാത്രി നിന്റെ പ്രാർത്ഥന വരൾച്ച മാറ്റുന്നതായിരിക്കട്ടെ, നിന്റെ ഭവനത്തിന്റെ വരൾച്ച മാറ്റുന്നതാകട്ടെ, നിന്റെ ഭവനത്തിന്റെ ശൂന്യത മാറ്റുന്നതാകട്ടെ, സകല ഘടകസി നിന്റെ കൂട്ടായ്മയുടെ വരൾച്ച മാറ്റുന്നതാകട്ടെ. യേശുവിന്റെ രക്തം ജയം. നന്ദി കർത്താവേ, നന്ദി. Oh, we praise you, Lord. വചനത്തിൽ വായിക്കുന്നു, ഒന്ന് രാജാക്കന്മാരുടെ ദിവസം 18-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഏലിയാവ് ചെന്ന് കർമ്മേലിൽ മുട്ടുകുത്തി തന്റെ തലമുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് ദൈവസനയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ പർവ്വതത്തിൽ നിന്ന് മേഘങ്ങളോട് കൽപ്പിച്ചാ പോരായിരുന്നോ? സ്തോത്രം. ദൈവമക്കളെ, നിയോഗമില്ലാതെ ഒന്നും കൽപ്പിച്ചാൽ ഒരു കൈപ്പത്തിയും വെളിപ്പെടുക. മുട്ടുകുത്തണ്ട നീ. മുട്ടുകുത്തി കഴിയുമ്പോൾ വരൾച്ചയുടെ പ്രതലം തന്നെ ഓട്ടോമാറ്റിക്കലി മാറും. സ്തോത്രം ചെയ്തില്ല. സ്തോത്ര ഹല്ലേലൂയ. എല്ലാ ഡ്രൈനസും മാറാൻ നിന്റെ മുഴങ്കാലിന് കഴിയുന്നല്ലേ? എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അമ്മേ, എല്ലാ മുട്ടിന്റെ വേദനകളും കർത്താവിന്റെ കൈകളിൽ നിറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ. മടക്കാൻ കഴിയാത്തവണ്ണം ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ കർത്താപ്പച്ചനോട് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, എനിക്ക് മുട്ടുമ്മയൊന്ന് നിന്നെ പറ്റു കർത്താവേ, എനിക്ക് മുഴങ്കാലിലൊന്ന് പ്രാർത്ഥിച്ചേ പറ്റു കർത്താവേ. ഹല്ലേലൂയ. അതിനുള്ളൊരു കൃപ എനിക്ക് വേണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് മുട്ടുമടക്കിയപ്പോൾ കർമ്മേലിൽ അന്ന് തനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു പെരുമഴയുടെ കൈപ്പത്തി. നിന്റെ വരൾച്ച മാറ്റാൻ നിന്റെ മുട്ടുകൾക്ക് കഴിയുമെന്ന് പറ. യേശുവിന്റെ നാമത്തിൽ ജയം. നിയോഗത്താൽ നീ മുട്ടുകുത്തുമ്പോൾ നിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരാത്മശക്തിയുടെ കരം ശിഷ്യനോട് പറയാ, നീ നോക്കിക്കേ, കടലിലേക്ക് വല്ലതും കാണുന്നു? കാണുന്നില്ല. പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. ആവർത്തിച്ച് പറയുന്നു, പോയി നോക്ക്. അനുസരിക്കുന്ന ശിഷ്യനാ. പോയി നോക്കി, ഒന്നും കാണുന്നില്ല. എലിയാവ് വിട്ടില്ല. കേൾക്കുന്നുണ്ടോ? നിയോഗം പ്രാപിച്ചവൻ ദൈവപ്രവർത്തി കണ്ടേ എഴുന്നേൽക്കും. ദൈവപ്രവർത്തി കണ്ടേ എഴുന്നേൽക്കൂ. സ്തോത്രം. വചനത്തിൽ ഇസ്രായേൽ വായിക്കുന്നത്, പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേറ്റെന്ന. സ്തോത്രം. പലർക്കും പ്രാർത്ഥനയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് പോകാൻ തോന്നുമ്പോൾ അമ്മേ, ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്നവൻ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സ്ഥലം പെടത്തില്ല കേട്ടോ. ധൃതിയും വെപ്രാളവും ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഈ ദിവസങ്ങളിൽ ആത്മനിയന്ത്രണത്തിനകത്ത് നമ്മളെ പിടിച്ചൊതുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എവിടെയാ ഓടുന്നത്? എന്തിനാ ബന്ധപ്പെടുന്നത്? ഇന്ന് രാത്രിയിൽ നീ എത്ര ബന്ധപ്പെട്ട് രാത്രിയുടെ യാമങ്ങൾ അമ്മേ ഓടി അലഞ്ഞാലും നിന്റെ ബാധ്യതയൊന്നും തീരത്തില്ല കുഞ്ഞെ. എന്നാൽ അവൻ തൃക്കൈ തുറന്നാൽ നിനക്ക് തൃപ്തി വരും കേട്ടോ. എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാൻ കൊടുക്ക്. ആമേൻ, ഹല്ലേലൂയ. നീ പ്രയോറിറ്റി ദൈവവചനത്തിന് കൊടുക്ക്, പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്ക്, പ്രയോറിറ്റി കൂട്ടായ്മയ്ക്ക് കൊടുക്ക്. നിന്റെ ഭാരമുള്ള ഏത് വിഷയവും ആ കൈകൾ സ്വീകരിച്ചിരിക്കും. ആമേൻ. 7-ാം പ്രാവശ്യം ശിഷ്യൻ പറയാണ്, യജമാനെ, എനിക്കൊരു മേഘം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ആ മേഘം ഒരു കൈപ്പത്തി പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഒരു നിമിഷം ഒന്ന് മുട്ടുകുത്താമോ? ലെറ്റ് us kneel down. ഹല്ലേലൂയ. അപ്പാ, ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിന്റെ മുഴങ്കാൽ ആമേൻ ഒരു പെരുമഴയുടെ കൈപ്പത്തി പൊങ്ങുമാറാക്കിയെങ്കിൽ അപ്പാ, Father God, we praise. Hallelujah. മടിയന്മാരും ദൈവത്തെ ഭയമില്ലാത്തവരും അലസന്മാരും ആധുനികമായ സെറ്റപ്പുകളോട് നിന്റെ കാതിൽ മുഴക്കിയിട്ട് പറയും,
എല്ലാ കാൽവരി തികച്ചു കഴിഞ്ഞു. ഇനി നീ കരയണ്ട, ഇനി നീ മുട്ടുകുത്തണ്ട, ഇനി നീ പ്രാർത്ഥിക്കണ്ട, എങ്ങനെ വേണേലും പോക്കോ. അങ്ങനെയല്ല ദൈവ പൈതലേ. വചനത്തിൽ വിറയ്ക്കുന്നവൻ പിതാക്കന്മാരുടെ കാലത്ത് ഭക്തിയുള്ള ദൈവപുരുഷന്മാർ ചെയ്തത്, ഭക്തിയുള്ള ദൈവജനം ചെയ്തത് എനിക്കും നിങ്ങൾക്കും തിരസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുത്താതെ, ഉള്ളു നിറഞ്ഞ ദൈവത്തിനോട് പറഞ്ഞാതെ, ഹല്ലേലൂയ. കർത്താവ് മുട്ടുകൊണ്ട് കുത്തിയ പ്രതല കംഫർട്ടായിരുന്നില്ല, പക്ഷേ അവിടെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൂതൻ ഇറങ്ങി വന്നതുപോലെ അവരുടെ ഘടകസി എന്റെ ഉള്ള നന്ദിയോടെ നിറയുകയാണ് കേട്ടോ. ആമേൻ. എല്ലാ ചിന്തകളും ഒന്ന് മാറ്റി വെച്ചിട്ട്, എല്ലാ ടെൻഷനും ഒന്ന് മാറ്റി വെച്ചിട്ട്, ആ മുട്ടുകുത്തിയിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലല്ലെന്ന് ഹൃദയത്തിൽ ഉറക്കട്ടെ. സർവഭൂമിക്ക് നാഥനോ സർവാത്മാക്കളുടെ ഉടമസ്ഥനുമായവന്റെ അരികിൽ നിനക്ക് മുട്ടു തന്ന ദൈവത്തിന് മുമ്പിലാ നീ മുട്ടുകുത്തിയിരിക്കുന്നത് കേട്ടോ. നിനക്ക് ആയുസ് തന്ന ദൈവത്തിന് മുമ്പിലാ മുട്ടുകുത്തിയിരിക്കുന്നത്. നിനക്ക് ആരോഗ്യം തന്ന ദൈവത്തിന് മുമ്പിലാ മുട്ടുകുത്തിയിരിക്കുന്നത്. ഇനി രാത്രി ഹൃദയത്തിൽ പറ, ലോർഡ് ഐ നീഡ് എ പേഴ്സണൽ പ്രയർ ലൈഫ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. അബദ്ധങ്ങൾ പറ്റിപ്പോയി, മണ്ടത്തരങ്ങൾ പറ്റിപ്പോയി, വീഴ്ചകൾ സംഭവിച്ചു പോയി, കുറവുകളെ ഉള്ളപ്പ, കുറ്റങ്ങളെ ഉള്ളപ്പ, എങ്കിലും നിന്റെ മുമ്പിൽ നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല. എങ്കിലും നീ എന്നെ സ്നേഹിച്ചല്ലോ, തിരുരക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്തല്ലോ. അപ്പാ പിതാവേ, ഇന്ന് രാത്രി അമേൻ അത്താഴം കഴിഞ്ഞ് ശിഷ്യന്മാർ ഉറങ്ങിയപ്പോൾ യേശുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്താണ്? പിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള അവയർനെസ്, തിരിച്ചറിഞ്ഞ ദൈവഹിതം, ദൈവത്തിന്റെ പ്ലാൻ ബോധ്യമായവന് ഉറക്കാൻ പറ്റുമോ? ദൈവഹിതത്തെ കുറിച്ചുള്ള അവയർനെസ് യേശുവിന്റെ ഉറക്കം കെടുത്തിയെങ്കിൽ, നിന്നെ കുറിച്ചുള്ള ദൈവഹിതം നിനക്ക് ബോധ്യമായെങ്കിൽ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല കുഞ്ഞേ. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ ദൈവഹിതം നിന്റെ നിദ്രയെ കെടുത്തുന്നതാകട്ടെ, നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്നതാകട്ടെ. ഈ രാത്രിയിൽ തിരിച്ചറിഞ്ഞ ദൈവഹിതത്തിന് മുമ്പിൽ നീ എത്ര ക്ഷീണിതനാണെങ്കിലോ, നീ എത്ര തളർന്നവളാണെങ്കിലോ, നീ എത്ര ബലഹീനയാണെങ്കിലോ, നീ എത്ര മനസ്സും നൊമ്പരപ്പെടുന്നവളാണെങ്കിലോ, നിന്നെ ശക്തീകരിപ്പാൻ തിരുഹിതത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരെ, പിതാവിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ സമർപ്പിച്ച പുത്രനെ രക്തം ഉയർത്ത പ്രാർത്ഥനയെങ്കിലും ശക്തിപ്പെടുത്താൻ ഇറങ്ങിയ ദൂതനെ പോലെ തിരുഹിതത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന നിന്നെ അവൻ ഫെയിലിയർ ആകാൻ സമ്മതിക്കത്തില്ല, ക്യാൻസർ ആകാൻ സമ്മതിക്കത്തില്ല, അവൻ വീക്കാകാൻ സമ്മതിക്കത്തില്ല. തിരുഹിതം തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ച നിന്നെ ശക്തിപ്പെടുത്തുന്നവര് കരം. Father, in the name of Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ, ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ആത്മാവിന്റെ ബലത്തോടെ ഈ ജനം മടങ്ങി പോകട്ടെ, ആത്മാവിന്റെ ശക്തിയോടെ. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ബുദ്ധിജീവികൾക്ക് അവയെ വിഡ്ഢിത്തരമായി തോന്നുന്ന പ്രാർത്ഥനാ ജീവിതം, അവയെ ഹല്ലേലൂയ, അവയെ യുക്തിവാദികൾക്ക് അവയെ പോഷത്വമെന്ന് തോന്നുന്ന പ്രാർത്ഥനാ ജീവിതം, ആത്മശക്തിയുടെ അവയെ റീചാർജിംഗ് ടൈം എന്ന്. നന്ദി കർത്താവേ, എന്റെ ദൈവത്തിന് സ്തോത്രം. ദൈവശക്തി നിറകട്ടെ കർത്താവേ. ഈ രാത്രിയിൽ അഭിഷേകത്തിന്റെ ജ്വലനത്തോടുകൂടി, ആത്മശക്തിയുടെ തീവ്രതയോടുകൂടി ഈ രാത്രി നിലനിന്ന് മടങ്ങി പോകട്ടെ കർത്താവ്. ഇരുട്ടിന്റെ അധികാരങ്ങൾ വഴി മാറട്ടെ, ആത്മാവിന്റെ ശക്തിയുടെ പുതുക്കം പ്രാപിച്ച് നിന്റെ ജനം ബലപ്പെട്ട് മടങ്ങട്ടെ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടം ത്യജിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവ ഇഷ്ടം നിറവേറാൻ പ്രാർത്ഥിക്കാം. പ്രാണവേദനയിലാകുമ്പോൾ അത് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാനുള്ള സമയമെന്ന് തിരിച്ചറിയാം. കേൾക്കപ്പെട്ട ദൈവാലോചന നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു പേഴ്സണൽ പ്രയർ ലൈഫ്, ദൈവഹിതം തിരിച്ചറിഞ്ഞവന് ഉറങ്ങാൻ കഴിയാത്ത പ്രാർത്ഥന. കുഞ്ഞേ, നിന്റെ ഉറക്കം നിന്നെ വിട്ടുപോയെങ്കിൽ അതിനർത്ഥം നീ മാനസിക രോഗിയെന്നല്ല,
സ്തോത്രം. എന്നെ ഉണർത്തിയിരിക്കുന്നത് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ. ഓ ഹല്ലേലൂയ! അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാനാണ്. നിന്റെ പ്രാർത്ഥനയുടെ വാക്കുകളിൽ സ്തോത്രം ശക്തിപ്പെടുത്തുന്ന ഒരു അഭിഷേകം, റിലീസ് ചെയ്യുന്ന ഒരു അഭിഷേകം. എന്റെ ദൈവത്തിന് സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ് ദൈവമക്കളെ. ഹല്ലേലൂയ! തളർന്നു പോകാതെ, കുഴഞ്ഞു പോകാതെ, ആകയാൽ തളർന്ന മുഴങ്കാലുകൾ, കുഴഞ്ഞ മുഴങ്കാലുകൾ, തളർന്ന കൈകൾ ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ച് ദൈവാത്മാവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ച് വരും ദിവസങ്ങളിൽ ആമേൻ മാർവലസ് ആയിട്ടുള്ള ഡേയ്സ് എന്ന് ആത്മാവിൽ പറയത്തക്കവണ്ണം not our merit but his glory. Hallelujah. Hallelujah. നന്ദി കർത്താവേ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മളെ സമർപ്പിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താണ്. ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ നനഞ്ഞെങ്കിൽ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നുറുങ്ങപ്പെട്ടെങ്കിൽ, സ്തോത്ര ആ വചനത്തെ, ആത്മാവിന്റെ വചനത്തെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ സൈനാണത്. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞപ്പോൾ ആർത്തിയുള്ളവൻ അവന് തൃപ്തി വരുത്തുന്ന ദൈവം. നിന്റെ അകത്തളത്തിൽ ഒരു ആത്മവിശപ്പുണ്ടോ? അകത്തൊരു ദാഹമുണ്ടോ? ഈ ദിവസങ്ങളിൽ സ്തോത്രം നടക്കുന്ന യോഗങ്ങളിൽ കഴിയുമെങ്കിൽ ഉപവാസത്തോടെ കടന്നു വരിക. സ്തോത്രം അതിൻ്റെ തലമുറയ്ക്ക് വിടുതലായി തീരട്ടെ. നമ്മുടെ ഓരോ കുടുംബത്തിനും വിടുതലായി തീരട്ടെ. അത് ശരീരത്തിന് വിടുതലായി മാറട്ടെ, ആത്മാവിൽ വിടുതലായി മാറട്ടെ. അമ്മേ ടോർച്ചർ ചെയ്യുന്ന അനാവശ്യമായ എല്ലാ മേഖലകളിൽ നിന്ന് ആത്മാവിന്റെ അമ്മ കൊടിൽ കൊണ്ട് അതിനെ പിഴുത് പുറത്തെടുത്ത് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തോത്രം ചെയ്യണം കേട്ടോ. ആകാത്ത എല്ലാത്തിൽ നിന്നും ദൈവാത്മാവ് നിന്നെ വലിച്ചെടുക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. നിന്റെ കുടുംബജീവിതത്തെ വലിച്ചെടുക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. നിന്നെ ടോർച്ചർ ചെയ്യുന്ന എല്ലാ മേഖലയിൽ നിന്നും പരിശുദ്ധാത്മാവ് നിന്നെ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളാകട്ടെ. അവന്റെ മുഖത്തേക്ക് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. നിന്റെ മുഖം വാടാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. പിശാചി പലതവണ എന്റെയും നിങ്ങളുടെയും പ്രാണനെ തകർക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവൻ തുണനിന്നു. സ്തോത്രം. നിന്റെ എന്റെ പ്രാണന് പിശാച് പലവട്ടം വിലപേശി, പക്ഷേ അവൻ തുടരുന്നത് കൽപ്പിച്ചു. ആവുന്നത്ര മെതിച്ചിട്ട് നീ തകർന്നില്ല. ആകുന്നത്ര പിശാച് ഉടച്ചിട്ട് നീ ഉടഞ്ഞു പോയില്ല. ആവുന്നത്ര പിഴുതെറിയാൻ നോക്കിയിട്ടും അതിന്റെ കുറ്റിയിൽ നിന്ന് മുളപൊട്ടുന്നത് പോലെ പിന്നെ അവൻ മുളപൊട്ടിക്കുവാൻ ഇടയാക്കിയെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയെടുത്ത് ഒരു പുതിയ ചാപ്റ്റർ പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയ്ക്ക് നൽകിയെങ്കിൽ, നിനക്ക് നൽകിയെങ്കിൽ, യെസ് ഹല്ലേലൂയ, you are not an orphan in the sight of Jesus. He is the hallelujah father of your whole life. Hallelujah. കുഞ്ഞേ നീ അനാഥയല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു നിത്യപിതാവിന്റെ സാന്നിധ്യം ഈ രാത്രി നിന്നോടൊപ്പം ചാരത്ത് നിൽക്കുകയാ. ആ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.